ആ തിരക്കിനെ തുടർന്ന് ശബരിമല ദർശനം ലഭിക്കാതെ തീർത്ഥാടകർ മടങ്ങുന്നു. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങാൻ ഭക്തരുടെ വലിയ തിരക്ക് ഇപ്പോഴുണ്ട് താനും. ശ്രീകുമാർ ശ്രീത്ത് ദീർഘനാൾ വ്രതമെടുത്ത് ശബരിമലയിൽ മാത്രം എന്താണ് പോയി മടങ്ങുക, മടങ്ങിയതിന് ശേഷം മാല ഊരുക എന്നുള്ള വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കുന്ന ഭക്തർ പന്തളത്തെത്തി മാല ഊരുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വലിയ ദൗർഭാഗ്യമാണ്. അവർക്ക് വലിയ സങ്കടമാണ്. ഇപ്പോഴും അവിടെ വലിയ തിരക്ക് അതിനുണ്ടോ ശ്രീത്ത്? തീർച്ചയായും ഹാഷ്മി. കാരണം ഈ പല മേഖലകളിൽ നിന്നും, അതായത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ നിന്നും, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഭക്തരാണ് ഇത്തരത്തിൽ മടങ്ങുന്നത്. അതിൽ പ്രധാനമായ ഒരു കാര്യം പറയുന്നത്, അവർ ഈ ഫ്ലൈറ്റും മറ്റും ചാർട്ട് ചെയ്തൊക്കെ വന്ന ആളുകളുണ്ട്. അവർക്ക് തൊട്ടടുത്ത ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത ആളുകളുണ്ട്. ഇവർക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി പോകണമെങ്കിൽ ശബരിമല ദർശനം നടത്തി മടങ്ങി പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കാണ്. തങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ചില പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. എന്തായാലും മുൻ വർഷങ്ങളിലൊന്നും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് മുൻവർഷങ്ങളിൽ വന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്. അതിൽ അവർ തന്നെ പറയുന്നു, അവിടെ ഈ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെയുള്ള ഭക്തർ വലിയ തോതിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണെന്ന്. പലരും അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങാൻ തയ്യാറാകുന്നില്ലെന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഒക്കെ എത്രയും പെട്ടെന്ന് ഈ അവിടെ ദർശനം കഴിഞ്ഞ അഭിഷേകം കഴിഞ്ഞ ആളുകൾ എത്രയും പെട്ടെന്ന് സന്നിധാനത്ത് നിന്ന് മടങ്ങണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴും നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ തിരക്ക്. പ്രത്യേക അടക്കം ഈ നെയ്ത്തേങ്ങ ഉടയ്ക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളടക്കം ഇവിടെ ദേവസ്വം ബോർഡ് അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ദൗർഭാഗ്യകരമാണ്. ആളുകളുടെ പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ ശ്രീകുമാരനാണ്. അപ്പോൾ ഒരു വലിയ തിരക്ക്, അതിൻ്റെ ദുരിതപ്പാടൊക്കെ കഴിഞ്ഞതാണ്. അതിനുശേഷം വീണ്ടും തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും അങ്ങനെ നീണ്ട ക്യൂ, ഒരുപാട് കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും രോഗികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നീണ്ട ക്യൂ ഇനി ഉണ്ടായാൽ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ. എന്താണ് ആ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയട്ടെ ദേവസ്വം ബോർഡിന് എന്ന് ആഗ്രഹിക്കുകയുമാണ്.